ഹായ് വെൽക്കം ടു മാറ്റ്കം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അഥവാ ആർ സി ബുക്ക് എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് നമുക്കിത് കീപ്പ് ചെയ്യാന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കേരള ആർ ടിയുടെ കേരള ഗവൺമെന്റ് കീഴിലുള്ള ആർ ടി ഓഫീസുകളിൽ നിന്നെല്ലാം ആർ സി ബുക്ക് ഡിജിറ്റലായിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരു PDF ഫയലായിട്ട് ഇത് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിച്ച് വെക്കാം. അതല്ല, നിങ്ങൾക്ക് അതൊരു PVC കാർഡ്, ഫോർ എക്സാമ്പിൾ ATM കാർഡോ അല്ലെങ്കിൽ നിങ്ങളുടെ പാൻ കാർഡോ ലഭിക്കുന്നത് പോലെ കിട്ടണമെങ്കിൽ ഇത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു പ്രിന്റിംഗ് സെന്ററിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് PVC കാർഡായിട്ട് പ്രിന്റ് ചെയ്ത് ലഭിക്കുന്നതാണ്. സോ ഈ പ്രൊസീജിയർ എങ്ങനെയാണ് പരിവാഹൻ സൈറ്റിൽ എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാനായിട്ട് പോകുന്നത്. വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നത്. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. സോ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ഗൂഗിൾ ക്രോമിൽ പോയി അതിൽ പരിവാഹൻ എന്ന് ടൈപ്പ് ചെയ്യാം. പരിവാഹൻ എന്ന് ടൈപ്പ് ചെയ്യാം. സോ പരിവാഹന്റെ സൈറ്റിലേക്ക് ഓപ്പൺ ആവും. സൈറ്റിലേക്ക് ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ ഒരു ടാബ് ഉണ്ട്, ഓൺലൈൻ സർവീസസ്. ഓൺലൈൻ സർവീസസിനകത്ത് വെഹിക്കിൾ റിലേറ്റഡ് സർവീസസ് സെലക്ട് ചെയ്യുക. സെലക്ട് ദ സ്റ്റേറ്റിന്റെ നെയിം ചൂസ് ചെയ്യുക. അതിനുശേഷം ഇവിടെ ചൂസ് ഓപ്ഷൻ ടു അവൈൽ ദ സർവീസ്, വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പർ സെലക്ട് ചെയ്യുക. അതിനുശേഷം വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ദെൻ ഐ അക്സെപ്റ്റ് എന്നുള്ളത് ടിക്ക് ചെയ്യുക. ഐ അക്സെപ്റ്റ് എന്നുള്ളത് ടിക്ക് ചെയ്തതിനു ശേഷം പ്രൊസീഡ് കൊടുക്കുക. പ്രൊസീഡ് കൊടുക്കുക. അപ്പോൾ കുറച്ചൊരു ഇൻഫർമേഷൻ ടാബ് വരും, അതിൽ വീണ്ടും പ്രൊസീഡ് കൊടുക്കുക. അത് കഴിയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ഇന്റർഫേസിലേക്കാണ് വരിക. അവിടെ ഡൗൺലോഡ് ഡോക്യുമെന്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് മൂന്നാമത്തെ ഓപ്ഷൻ പ്രിന്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് സെലക്ട് ചെയ്യാം. പ്രിന്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് സെലക്ട് ചെയ്തതിനു ശേഷം ഓൾറെഡി നിങ്ങളുടെ വണ്ടിയുടെ രജിസ്റ്റർ നമ്പർ ഇവിടെ വന്നിട്ടുണ്ടാവും. അങ്ങോട്ടേക്ക് ചേസിസ് നമ്പർ കൂടി, ചേസിസ് നമ്പറിന്റെ അവസാനത്തെ 5 അക്കം മാത്രം എൻ്റർ ചെയ്ത് കൊടുക്കുക. വാലിഡേറ്റ് ദ ഇൻഫർമേഷൻ കൊടുക്കുക. സോ ടിക്ക് ബോക്സിൽ ടിക്ക് ചെയ്യുക. അതിനുശേഷം ജനറേറ്റ് OTP, അതായത് നിങ്ങളുടെ ആർ സി ബുക്ക് രജിസ്റ്റർ ചെയ്ത് ഫോർ എങ്ങനെ ലിങ്ക് ചെയ്തിരിക്കുന്ന നിങ്ങളുടെ ആധാറുമായും ആർ സി ബുക്ക് രജിസ്റ്റർ ചെയ്തിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടോ ആ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. നിങ്ങൾ ആ OTP എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഷോ ഡീറ്റെയിൽസ് കൊടുക്കുക. സോ നിങ്ങളുടെ ആർ സി ബുക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ലഭിക്കുന്നതാണ്. സോ ആർ സി ബുക്ക് ഇങ്ങനെ ഫോർ എക്സാമ്പിൾ ഈ ഒരു ഫോമിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് പ്രിന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രിന്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യാം. പ്രിന്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രിന്റ് ഓപ്ഷൻ സെലക്ട് ചെയ്തു. സോ ചിലരുടെ കേസിനകത്ത് ഈ ഒരു കളേർഡ് പ്രിന്റ് ആയിരിക്കില്ല സേവ് ആവാനായിട്ട് വരുന്നത്. കളേർഡ് പ്രിന്റ് അല്ല വരുന്നത് എങ്കിൽ നിങ്ങളുടെ മോർ സെറ്റിംഗ്സ് ഓപ്ഷൻ ചെയ്തിട്ട് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ഗ്രാഫിക്സ് എനേബിൾ ചെയ്തിട്ടുണ്ടോ നോക്കാം. ഇപ്പൊ എനേബിൾ ചെയ്തിട്ടില്ലെങ്കിൽ അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് പോകും. അത് എനേബിൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കളേർഡ് പ്രിന്റ് ലഭിക്കുള്ളൂ. സോ കളേർഡ് PDF ലഭിക്കുന്നതിന് വേണ്ടി ബാക്ക്ഗ്രൗണ്ട് ഗ്രാഫിക്സ് എനേബിൾ ചെയ്യുക. ദെൻ സേവ് കൊടുക്കുക. നിങ്ങൾക്ക് കറസ്പോണ്ടിങ് സ്യൂട്ടബിൾ ആയിട്ടുള്ളിടത്ത് നിങ്ങൾക്ക് ഇത് സേവ് ചെയ്ത് വെക്കാവുന്നതാണ്. ആർ സി നമ്പർ സേവ് ചെയ്ത് വെക്കാവുന്നതാണ്. അതിനുശേഷം സേവ് കൊടുക്കുക. സേവ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ, ആ ഫയൽ അപ്പോൾ സേവ്ഡ് ആയിട്ടുണ്ട്. അതിനുശേഷം ക്ലോസ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ എവിടെയാണ് സേവ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ആ സ്കാനിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫയൽ കാണാനായിട്ട് സാധിക്കും. സോ നിങ്ങളുടെ ആർ സി ബുക്ക് നിങ്ങൾക്ക് വിസിബിൾ ആവുന്നതാണ്. സോ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കീപ് വാച്ചിങ്, കീപ് റണ്ണിങ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.